ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണൻ കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട്. കൃഷ്ണനാണെങ്കിലോ കൺമണിയെ ഒരു രാജകുമാരിയായിട്ട് കാണുമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. തനിക്കിഷ്ടമല്ല, നല്ല കളേഴ്സായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് കൃഷ്ണൻ നന്നായിട്ട് അറിയാം. പക്ഷേ കൺമണി അത്ഭുതപ്പെടുന്നുണ്ട്. കൃഷി പറഞ്ഞതുപോലെ തന്നെ കൃഷും ആഗ്രഹിച്ച പോലെ തന്നെയാണ് തൻ്റെ കോസ്റ്റ്യൂമും. അപ്പോൾ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ സുജുവും അതുപോലെ സാഗറും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ചോദിക്കുന്നുണ്ട്, പാവം കൺമണി എല്ലാവരും കൂടി അവളെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തിനാ, അതിൻ്റെ ആവശ്യം എന്താണ്, നമുക്ക് കിട്ടിയ ഭാഗ്യമല്ലേ എന്ന് സാഗറും പറയുന്നുണ്ട് കേട്ടോ അവളെക്കുറിച്ച്. അതിനുശേഷം തന്നെ ബലരാമനും അതുപോലെ തന്നെ ഭാഗ്യശ്രീയും കൂടി ഫംഗ്ഷന് വരാൻ വേണ്ടി റെഡിയാവുന്നു. പിന്നീട് എന്തായാലും വരുണിൻ്റെ ഈ കള്ള നാടകങ്ങളൊക്കെ അവസാനിക്കാൻ പോകും. വരുണിന് നല്ല അടി കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും വരുണിന് ഇപ്പം തന്നെ ഇവിടെ നിന്ന് തന്നെ പോകാനായിട്ട് സാധിക്കും. വരുണിൻ്റെ പെരുമാറ്റവും പ്രവൃത്തിയും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. വരുണിന് എന്തായാലും എല്ലാവരും കൂടി പിടിക്കപ്പെട്ടു. പിന്നെ മാനസ വന്നിറങ്ങുന്നുണ്ട് കേട്ടോ. മാനസ് രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത് പോലെ മാനസയെ കാണുമ്പോൾ സുജുനും സാഗറിനും ഒരു ഞെട്ടലോടുകൂടി കാണും കേട്ടോ അവർ കണ്ട് അറിയുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത്.